എല്ലാവർക്കും നമസ്കാരം. ഈ വരുന്ന +1 ഹയർ സെക്കൻഡറി അക്കൗണ്ടൻസി പരീക്ഷയ്ക്ക് വിദ്യാർത്ഥികൾ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട തിയറി ഭാഗങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രോബ്ലങ്ങൾ ഏതൊക്കെ പഠിക്കണമെന്നുള്ളത് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആദ്യം പഠിക്കേണ്ടത് ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് പഠിച്ചു വയ്ക്കുക. 4 മാർക്കിന് അല്ലെങ്കിൽ 3 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. പിന്നെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ്. ഇതും 4 മാർക്കിന് അല്ലെങ്കിൽ 3 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനാണ് ബേസിക് അക്കൗണ്ടിങ് ടേംസുകൾ. കുറച്ച് അക്കൗണ്ടിങ് ടേംസുകൾ ഇവിടെ നൽകുന്നുണ്ട്. വൗച്ചർ, ക്യാപിറ്റൽ, ഡെബ്റ്റർ, ക്രെഡിറ്റർ, ഡ്രോയിങ്സ്, കറണ്ട് അസറ്റ്സ്, കറണ്ട് ലയബിലിറ്റീസ്, ഫിക്സഡ് അസറ്റ്സ്, ഇൻടാഞ്ചിബിൾ അസറ്റ്സ്, ലോങ് ടേം ലയബിലിറ്റീസ്. ഇത്രയും നന്നായി പഠിക്കുക. കാരണം ഇതൊരു 1 മാർക്കിനായിട്ട് എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യേണ്ടതാണ്. ഒന്നില്ലെങ്കിൽ മാച്ച് ദി ഫോളോയിങ് ആയിട്ട് ചോദിക്കും, അല്ലെങ്കിൽ ഫില്ലിങ് ദ ബ്ലാങ്ക്സ് ആയിട്ട് ചോദിക്കും, അല്ലെങ്കിൽ ഓരോന്നിൻ്റെ എക്സാമ്പിൾ. ഇപ്പോൾ ഈ EG എന്നും പറഞ്ഞ് ബ്രാക്കറ്റിൽ കൊടുത്തേക്കുന്ന ഐറ്റംസ്, കറണ്ട് അസറ്റ് മുതൽ ലോങ് ടൈം ലയബിലിറ്റീസ് വരെയുള്ള ഐറ്റംസ്, ഇവയുടെ എക്സാമ്പിളുകൾ ചോദിക്കാറുള്ളതാണ്. എല്ലാം 1 മാർക്കിന് വെച്ച് പഠിക്കുക. എല്ലാത്തിൻ്റെയും എക്സാമ്പിൾ ഉള്ളതിൻ്റെ എല്ലാം എക്സാമ്പിൾ അടക്കം പഠിച്ചു വയ്ക്കുക. കഴിഞ്ഞ വർഷം ഇതിൽ നിന്ന് 4 ടേംസുകൾ ചോദിച്ചിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചായിരുന്നു. അപ്പോൾ 4 മാർക്കാണ് അവിടെ ലഭിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഈ ഐറ്റംസ് ഓരോ മാർക്കിന് വീതം പഠിച്ചു വയ്ക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യനാണ് ഗാപ്പ്. ഇതൊന്നില്ലെങ്കിൽ ഫുൾ ഫോം എഴുതാൻ ചോദിക്കാറുണ്ട്, എക്സ്പാൻഡ് ചെയ്യാൻ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഇത് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കാറുള്ളതാണ്. പിന്നെ പഠിക്കേണ്ട ക്വസ്റ്റ്യൻസാണ് ബേസിക് അക്കൗണ്ടിങ് കോൺസെപ്റ്റ്, അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റ്, ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്, മാച്ചിങ് കോൺസെപ്റ്റ്, കൺസർവേറ്റിസം കോൺസെപ്റ്റ്, ഡുവൽ ആസ്പെക്റ്റ് കോൺസെപ്റ്റ്, ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്. ഇതെല്ലാം നന്നായി പഠിച്ചു വയ്ക്കുക. ഒന്നില്ലെങ്കിൽ മാച്ച് ദി ഫോളോയിങ് ആയിട്ട് ചോദിക്കും, അല്ലെങ്കിൽ എക്സാമ്പിൾ എന്നിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനും ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും 4 എണ്ണം എക്സ്പ്ലെയിൻ ചെയ്യാനും ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ഈ 3 രീതിയിലും ഇത് പഠിച്ചു വെക്കണം. ഓരോന്ന് പഠിക്കുമ്പോഴും അതിൻ്റെ എക്സാമ്പിൾ കൂടി പഠിച്ചു വെക്കുക. നെക്സ്റ്റ് നോക്കേണ്ടത് IFRSഉം GSTയും എന്താണെന്നുള്ളത് പഠിച്ചു വെക്കുക. അക്കൗണ്ടിങ് ഇക്വേഷൻസ്: അസറ്റ്സ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ, അസറ്റ് മൈനസ് ലയബിലിറ്റീസ് ഈക്വൽ ടു ക്യാപിറ്റൽ, അസറ്റ്സ് മൈനസ് ക്യാപിറ്റൽ ഈക്വൽ ടു ലയബിലിറ്റീസ്. ഈ 3 ഇക്വേഷൻ നന്നായി പഠിച്ചു വെക്കുക. പിന്നെ നോക്കേണ്ടത് റൂൾസ് ഫോർ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. അതും നിർബന്ധമായും പഠിച്ചിരിക്കണം. 9 ഡിഫറൻസസ് ബിറ്റ്വീൻ ജേണൽ ആൻഡ് ലെഡ്ജർ. ഇതെപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഇതിൻ്റെ സിമ്പിളായിട്ടുള്ള ഡിഫറൻസസ് മുൻഭാഗത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് നോക്കിയിട്ട് നന്നായി പഠിച്ചു വയ്ക്കുക. 10 ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ആരാണെന്നും അതിൻ്റെ റീസൺസ്, ക്യാഷ് ബുക്ക് ബാലൻസും പാസ്ബുക്ക് ബാലൻസും ഡിഫറൻസസ് വരാനുള്ള റീസൺസ് ഏതാണെന്നുള്ളത് എക്സാം തീരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അതും നന്നായി പഠിച്ചു വയ്ക്കുക. 11 ഒബ്ജക്റ്റീവ്സ് ഓഫ് ട്രയൽ ബാലൻസ്, അതുപോലെ എറേഴ്സ്, കോമ്പൻസേറ്റിംഗ് എറേഴ്സ്, എറേഴ്സ് ഓഫ് ഒമിഷൻ, എറേഴ്സ് ഓഫ് കമ്മീഷൻ. ആ എറേഴ്സ് എല്ലാം എക്സാമ്പിൾ അടക്കം പഠിക്കേണ്ടതാണ്. എക്സാമ്പിൾ തന്നിട്ട് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ ചോദിക്കാറുള്ളതാണ്. 13 അമോർട്ടൈസേഷൻ എന്താണെന്നുള്ളത് 1 മാർക്കിന് പഠിച്ചു വയ്ക്കുക. 14 ഡിഫറൻസസ് ബിറ്റ്വീൻ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ആൻഡ് ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ്. 15 ഡിഫറൻസസ് ബിറ്റ്വീൻ പ്രൊവിഷൻസ് ആൻഡ് റിസർവ്സ്.